ആഡംബര മുറിയുടെ ജനൽ കർട്ടനുകൾക്കിടയിലൂടെ പുലർക്കാലത്തെ സൂര്യപ്രകാശം പതുക്കെ മുറിക്കുള്ളിലേക്ക് അരിച്ചെത്തുന്നു. വലിയൊരു എസി മുറിയിലെ ആധുനികമായ കിങ് സൈഡ് ബെഡിന്റെ ഒരു വശത്ത് പുതപ്പ് നെഞ്ചുവരെ പുതച്ച് വിജയ് അതീവ ശാന്തനായി ഉറങ്ങുകയാണ്. അവന്റെ മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണു കിടക്കുന്നു. ലണ്ടൻ ജീവിതത്തിന്റെ ആഡംബരവും ഗാംഭീര്യവും ആ ഉറക്കത്തിലും അവന്റെ മുഖത്തുണ്ട്. ആ മുറിയിലെ വലിയ ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിൽ പ്രിയ നിൽക്കുകയാണ്. അവൾ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിരിക്കുന്നു. തലമുടിയുടെ അറ്റത്തു നിന്നും വെള്ളത്തുള്ളികൾ സാരിയുടെ പുറകിലേക്ക് പടരുന്നുണ്ട്. ഇന്നലത്തെ ആ വലിയ ആർഭാടങ്ങളുള്ള വിവാഹപ്പെട്ട് അവൾ മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ അവൾ ധരിച്ചിരിക്കുന്നത് തികച്ചും ലളിതമായ ഇളം നീല നിറത്തിലുള്ള ഒരു കോട്ടൺ സാരിയാണ്. അവൾ കണ്ണാടിയിലേക്ക് നോക്കി തന്റെ നെറ്റിയിൽ കുങ്കുമം തൊട്ടു. തുടർന്ന് അവൾ പതുക്കെ തന്റെ കഴുത്തിലേക്ക് കൈനീട്ടി. അവിടെ തിളങ്ങി നിൽക്കുന്ന ആ മഞ്ഞച്ചരടിൽ കോർത്ത ചെറുതാലി അവൾ വിരലുകൾ കൊണ്ട് തലോടി. താലിയിലേക്ക് നോക്കുമ്പോൾ പ്രിയയുടെ മനസ്സിൽ ഇന്നലെ രാത്രി വിജയ് അഹങ്കാരത്തോടെ പറഞ്ഞ വാക്കുകൾ ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ചു. ഈ ഒരു വർഷം നീ എന്റെ ഭാര്യയായി അഭിനയിക്കണം. പക്ഷെ ഓർത്തുവെച്ചോ, ഈ വിജയ് വിശ്വനാഥിന്റെ ശരീരത്തിലോ മനസ്സിലോ തൊടാനുള്ള അവകാശം നിനക്കില്ല. നീ വെറും ഒരു കരാർ ഭാര്യ മാത്രമാണ്, ഒരു വിൽപ്പന ചരക്ക്. ആ ഓർമ്മ വന്നതും പ്രിയയുടെ മിഴികൾ ഒരു നിമിഷം നനഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ തന്റെ വലത് കൈകൊണ്ട് ആ കണ്ണീർ തുടച്ചു മാറ്റി. അവളുടെ കണ്ണുകളിൽ സങ്കടത്തിന് പകരം ഒരു പുതിയ ദൃഢതയും ആത്മവിശ്വാസവും നിറഞ്ഞു. അവൾ കണ്ണാടിയിൽ നോക്കി സ്വയം മന്ത്രിച്ചു, ഇല്ല, ഞാൻ കരയില്ല. കരഞ്ഞു തീർക്കാനുള്ളതല്ല എന്റെ ജീവിതം. എന്റെ അമ്മയുടെ ജീവനും എന്റെ അനിയത്തിയുടെ ഭാവിക്കും വേണ്ടിയാണ് ഞാൻ ഈ പടി ചവിട്ടിയത്. പണം കൊണ്ട് ഈ ലോകത്ത് എന്തും വാങ്ങാമെന്ന് കരുതുന്ന ഈ കോടീശ്വരന്റെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കില്ല. എന്റെ ആത്മാഭിമാനം പണയം വെക്കാതെ തന്നെ ഈ 365 ദിവസവും ഞാൻ ഈ വീട്ടിൽ ജീവിച്ചു കാണിക്കും. അവൾ പതുക്കെ തിരിഞ്ഞ് മേശയുടെ അടുത്തേക്ക് നടന്നു. അവിടെയാണ് വിജയ് ഇന്നലെ എറിഞ്ഞുകൊടുത്ത ആ കറുത്ത കോൺട്രാക്ട് ഡയറിയും പേനയും ഇരിക്കുന്നത്. അവൾ വല്ലാത്തൊരു ഗൗരവത്തോടെ ആ ഡയറി കയ്യിലെടുത്തു. ഇതിന്റെ 1-ാം പേജ് തുറന്നു. ഇന്നലത്തെ തീയതി അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രിയ ആ പേന തുറന്ന് ഇന്നലത്തെ ആ തീയതിക്ക് നേരെ കട്ടിയിൽ ഒരു വലിയ എക്സ് മാർക്ക് ഇട്ടു. അതൊരു വെറും അടയാളപ്പെടുത്തലായിരുന്നില്ല. വിജയിന്റെ തടവറയിൽ നിന്നും ഒരു ദിവസം അവൾ പോരാടി ജയിച്ചു എന്നതിന്റെ പ്രഖ്യാപനമായിരുന്നു. അവൾ ഡയറിയിലേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ പതുക്കെ പറഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു മിസ്റ്റർ വിജയ് വിശ്വനാഥ്. നിങ്ങളുടെ കൗണ്ട് ഡൗണിലെ ഒരു ദിവസം ഞാൻ കുറച്ചിരിക്കുന്നു. ഇനി വെറും 364 ദിവസങ്ങൾ മാത്രം. അവൾ ആ ഡയറി വളരെ ഭദ്രമായി തന്റെ ഹാൻഡ് ബാഗിനുള്ളിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന വിജയിയെ തികഞ്ഞ അവജ്ഞയോടെ ഒന്ന് നോക്കി. ശബ്ദമുണ്ടാക്കാതെ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. പ്രിയ പുറത്തേക്ക് പോയി വാതിലടയുന്ന നേർത്ത ശബ്ദം കേട്ടാണ് വിജയ് കണ്ണുകൾ തുറക്കുന്നത്. അവൻ മടിയോടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. തലയണയ്ക്കടിയിൽ നിന്നും ഫോൺ എടുത്ത് സമയം നോക്കി. 6:15. അവൻ പതുക്കെ ബെഡിന്റെ മറുഭാഗത്തേക്ക് നോക്കി. അവിടെ പ്രിയയെ കാണാനില്ലായിരുന്നു. ബെഡ്ഷീറ്റ് എല്ലാം കൃത്യമായി മടക്കി വെച്ചിരിക്കുന്നു. വിജയുടെ മുഖത്ത് ഒരു നിമിഷം അല്പം അത്ഭുതം നിഴലിച്ചു. സാധാരണ താൻ കണ്ടിട്ടുള്ള പെൺകുട്ടികളെ പോലെ ആദ്യ രാത്രിക്ക് ശേഷം കരഞ്ഞു വിളിച്ച് കിടക്കുന്ന പ്രിയയാണ് അവൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവൾ വളരെ നോർമലായി എഴുന്നേറ്റ് പോയിരിക്കുന്നു. അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്ത് റോബും ധരിച്ച് മേശയ്ക്കരികിലേക്ക് നടന്നു. അവിടെ പ്രിയ ഡയറി വെച്ചിരുന്ന സ്ഥലത്തേക്ക് അവൻ നോക്കി. എന്നാൽ അവിടെ ഡയറി ഉണ്ടായിരുന്നില്ല. അവൻ ചുറ്റും തിരഞ്ഞു. പെട്ടെന്നാൾ ടേബിളിലിരുന്ന പേനയുടെ അടപ്പ് മാറ്റി തുറന്നു വെച്ചിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിജയുടെ മനസ്സിൽ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നു. അവൻ വേഗം പ്രിയയുടെ ബാഗ് ഇരിക്കുന്നിടത്തേക്ക് ചെന്നു അത് തുറന്നു നോക്കി. അതിനുള്ളിൽ നിന്നും ആ കറുത്ത ഡയറി പുറത്തെടുത്തു. അതിന്റെ 1-ാം പേജ് മറിച്ച വിജയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് വിടർന്നു. ഇന്നലത്തെ തീയതിക്ക് മുകളിൽ പ്രിയയിട്ട ആ വലിയ ചുവന്ന എക്സ് മാർക്ക് അവനെ തുറച്ചു നോക്കുന്നത് പോലെ തോന്നി. വിജയിന്റെ കോടീശ്വരനായ ആ ഈഗോ ആ ഒരൊറ്റ അടയാളപ്പെടുത്തലിൽ തകർന്നു തരിപ്പണമായി. അവൾ തന്നെ വെല്ലുവിളിക്കുകയാണെന്ന് അവന് ബോധ്യമായി. വിജയ് ഡയറി കൈകളിൽ ചുരുട്ടിപ്പിടിച്ച് പല്ലുറുമിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു, എന്നെ കൗണ്ട് ഡൗൺ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുകയാണോ നീ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ എന്നെ വെല്ലുവിളിക്കാൻ മാത്രം ധൈര്യമോ നിനക്ക്? പണത്തിനു വേണ്ടി മാത്രം എന്റെ കാൽക്കൽ വീണ വെറും ഒരു മിഡിൽ ക്ലാസ് പെണ്ണാണ് നീ. ഈ വിജയ് വിശ്വനാഥിനെ തോൽപ്പിക്കാൻ നിനക്കാവില്ല പ്രിയ. ഈ 365 ദിവസം കൊണ്ട് നിന്റെ ഈ അഹങ്കാരവും ആത്മവിശ്വാസവും ഞാൻ ഈ മണ്ണിൽ ചവിട്ടി മെതിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അവൻ ആ ഡയറി ദേഷ്യത്തോടെ മേശപ്പുറത്തേക്ക് എറിഞ്ഞു. അവന്റെ ശ്വാസം ദേഷ്യം കൊണ്ട് വേഗത്തിലാവുകയായിരുന്നു. വിശ്വനാഥ് സാറിന്റെ വലിയ ആഡംബര ബംഗ്ലാവിലെ ഡൈനിങ് ഹാൾ, ഇറ്റാലിയൻ മാർബിൾ വിരിച്ച തറ, ലക്ഷങ്ങൾ വില വരുന്ന ഡൈനിങ് ടേബിൾ. വിശ്വനാഥ് സാർ വാം ലൈറ്റുകളുടെ വെളിച്ചത്തിൽ കണ്ണട വെച്ച് രാവിലെ വന്ന പത്രം അതീവ ഗൗരവത്തോടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് പത്രത്തിലായിരുന്നില്ല. ഇന്നലെ രാത്രി തന്റെ മകൻ ആ പാവം കുട്ടിയോട് എന്ത് ക്രൂരതയായിരിക്കും കാട്ടിയതെന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ അദ്ദേഹം സ്റ്റെപ്പുകളിലേക്ക് നോക്കുന്നുണ്ട്. ഈ സമയം അടുക്കളയുടെ വശത്തു നിന്നും ഒരു നല്ല നാടൻ മണം ഹാളിലേക്ക് പടർന്നു. നല്ല നെയ്യിൽ മുരിഞ്ഞ ദോശയുടെയും കടുക് വറുത്ത തേങ്ങാ ചട്നിയുടെയും മണമായിരുന്നു അത്. വിശ്വനാഥ സാർ പത്രത്തിൽ നിന്നും പതുക്കെ തലയുയർത്തി നോക്കി. പ്രിയ അടുക്കളയിൽ നിന്നും ഒരു വലിയ സെറാമിക് പ്ലേറ്റിൽ ആവി പറക്കുന്ന 2 ദോശകളും ചെറിയൊരു പാത്രത്തിൽ ചട്നിയുമായി പുഞ്ചിരിയോടെ അങ്ങോട്ട് നടന്നു വന്നു.
അവളുടെ മുഖത്തൊരു പുതിയ മരുമകളുടെ യാതൊരുവിധ സങ്കടമോ ഭയമോ ഉണ്ടായിരുന്നില്ല. മറിച്ചൊരു വീട്ടമ്മയുടെ ആത്മവിശ്വാസത്തോടെ അവൾ വിശ്വനാഥ സാറിന്റെ അരികിലേക്ക് ചെന്നു. അതീവ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പറഞ്ഞു, അച്ഛാ, പത്രം വായന കഴിഞ്ഞെങ്കിൽ ദാ ഈ ചൂട് ദോശ കഴിച്ചോളൂ. നല്ല മുരിഞ്ഞതാണ്, അച്ഛൻ ഇഷ്ടപ്പെടും. വിശ്വനാഥ സാർ ഒരു നിമിഷം അത്ഭുതത്തോടെ പ്രിയയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഇന്നലെ കണ്ട ആ കരച്ചിലിന്റെ നിഴൽ പോലും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് ശാന്തമായി. അദ്ദേഹം പത്രം മടക്കി മേശപ്പുറത്ത് വെച്ചു. അദ്ദേഹം ആർദ്രമായി അവളുടെ കൈകളിൽ പതുക്കെ തൊട്ടുകൊണ്ട് ചോദിച്ചു, മോളെ പ്രിയ, നീ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒന്നിനൊന്നും മെച്ചപ്പെട്ട ഒത്തിരി വേലക്കാരുണ്ടല്ലോ മോളെ ഇവിടെ. നീ എന്തിനാ ഈ പുലർച്ചെ അടുക്കളയിൽ കയറി കഷ്ടപ്പെടാൻ നിന്നത്? മോളെ, ഇന്നലെ രാത്രി വിജയ് വല്ലതും അവൻ നിന്നോട് നന്നായി പെരുമാറിയോ മോളെ? അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരച്ഛന്റെ ആകുലത പൂർണ്ണമായി ഉണ്ടായിരുന്നു. പ്രിയ തന്റെ ഉള്ളിലെ മുറിവുകൾ ഒട്ടും പുറത്തു കാണിക്കാതെ വളരെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ്, അതൊന്നും സാരമില്ലച്ചാ. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ശീലമുള്ളതല്ലേ. പിന്നെ ജോലി ചെയ്യുന്നതിൽ എന്ത് കഷ്ടപ്പാടാണ്. വിജയ് സാർ, അല്ല, അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ സുഖമായി ഉറങ്ങിയച്ചാ. നിങ്ങളതോർത്ത് ഒട്ടും വിഷമിക്കേണ്ട. ദാ കഴിക്കൂ അച്ഛാ. തണുത്തു പോയാൽ ഇതിന്റെ രുചി പോകും. വിശ്വനാഥ സാർ കണ്ണുകൾ ഈറനണിഞ്ഞുകൊണ്ട് ആ ദോശ കഷ്ണം ചട്നിയിൽ മുക്കി കഴിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയൊരു ആശ്വാസം നിറഞ്ഞു. അമൃത് പോലെയുണ്ട് മോളെ. എത്രയോ വർഷങ്ങളായി ഈ വലിയ ബംഗ്ലാവിൽ എനിക്ക് ഭക്ഷണം വിളമ്പിത്തരാൻ ശമ്പളം വാങ്ങുന്ന വേലക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണം കൊടുത്തു വാങ്ങുന്ന ഭക്ഷണത്തിന് ഒന്നിനും ഒരു സ്നേഹത്തിന്റെ രുചി ഉണ്ടാകാറില്ല. ഇന്നെന്റെ മകൾ സ്നേഹത്തോടെ ഈ ഭക്ഷണം വിളമ്പിത്തരുമ്പോൾ എനിക്ക് എന്റെ സ്വന്തം മകളെയാണ് ഓർമ്മ വരുന്നത്. ആ അഹങ്കാരിക്ക് നിന്റെ വില മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും മോളെ. നീ അവനോട് ക്ഷമിക്കണം. പ്രിയ ഒന്നും മിണ്ടാതെ ഒരു പുഞ്ചിരിയോടെ ആ വാക്കുകൾ കേട്ടുനിന്നു. അപ്പോഴേക്ക് മുകളിൽ നിന്നും ബൂട്ട്സിന്റെ ശബ്ദം കേട്ടു. വിജയ് ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരികയായിരുന്നു. വില കൂടിയ വിദേശ ബ്രാൻഡിന്റെ കോട്ടും സ്യൂട്ടും അണിഞ്ഞ് കയ്യിൽ ആഡംബര വാച്ചും കെട്ടി മുടി കൃത്യമായി ചീകിയൊതുക്കി തികച്ചും ഒരു ഇന്റർനാഷണൽ ബിസിനസ്സുകാരന്റെ ഗാംഭീര്യത്തോടെയാണ് അവൻ വരുന്നത്. അവൻ ഹാളിലേക്ക് വന്നയുടൻ വിശ്വനാഥ സാറിന്റെയും പ്രിയയുടെയും ആ സന്തോഷത്തോടെയുള്ള സംഭാഷണം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ തന്റെ റൂമിൽ വെച്ച് ഡയറിയിൽ കണ്ട ആ എക്സ് മാർക്കിന്റെ ദേഷ്യം വിജയുടെ ഉള്ളിൽ ഇപ്പോഴും തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അവൻ ടേബിളിനരികിലേക്ക് വന്നു നിന്നു. പ്രിയ ഒട്ടും മടി കാണിക്കാതെ മറ്റൊരു പ്ലേറ്റിൽ 2 ചൂട് ദോശയുമായി വിജയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. പ്രിയ തികച്ചും ശാന്തമായി സാധാരണ രീതിയിൽ പറഞ്ഞു, ഓഫീസിൽ പോകുന്നതിന് മുൻപ് 2 ദോശ കഴിച്ചിട്ട് പോയിക്കോളൂ. രാവിലെ വെറും വയറ്റിൽ പോകുന്നത് നല്ലതല്ല. വിജയ് ഒരു നിമിഷം ആ ദോശ പ്ലേറ്റിലേക്ക് നോക്കി. പിന്നീട് അവൻ പ്രിയയുടെ മുഖത്തേക്ക് തികഞ്ഞ പുച്ഛത്തോടെയും അവജ്ഞയോടെയും ഒന്ന് നോക്കി. അവൻ ആ പ്ലേറ്റ് കൈകൊണ്ട് പതുക്കെ തള്ളി മാറ്റി. വിജയ് ടോൺ ഉയർത്തി തികച്ചും അഹങ്കാരത്തോടെ ഇംഗ്ലീഷ് കലർന്ന ശൈലിയിൽ പറഞ്ഞു, നോ താങ്ക്സ്. ഫോറിനിൽ ജീവിച്ച വിജയ് വിശ്വനാഥിന് രാവിലെ എഗ് വൈറ്റും കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് മാത്രമാണ് ശീലം. അല്ലാതെ ഈ നാടൻ ദോശ തിന്നല്ല. പ്രത്യേകിച്ച് പണത്തിനു വേണ്ടി മാത്രം എന്റെ കഴുത്തിൽ തൂങ്ങിയ എന്റെ അച്ഛന്റെ കാരുണ്യം കൊണ്ട് മാത്രം ഈ ബംഗ്ലാവിൽ കയറിപ്പറ്റി ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങി തിന്നാൻ എനിക്ക് താല്പര്യമില്ല. വിജയുടെ ആ വിഷം നിറഞ്ഞ ക്രൂരമായ വാക്കുകൾ കേട്ടതും വിശ്വനാഥ സാറിന്റെ കയ്യിലെ ദോശക്കഷ്ണം താഴെ വീണു. അദ്ദേഹത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അദ്ദേഹം ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് കസേരയിൽ നിന്നും മേശപ്പുറത്ത് കനത്തിലടിച്ച് എഴുന്നേറ്റു. ഹാൾ മുഴങ്ങുന്ന ശബ്ദത്തിൽ അദ്ദേഹം ആക്രോശിച്ചു, വിജയ്, ലിമിറ്റ് ക്രോസ് ചെയ്യരുത്. നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് വല്ല ബോധ്യവുമുണ്ടോടാ? നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭാര്യയോടാണ് നീ ഈ സംസാരിക്കുന്നത്. ഇത്രയും സംസ്കാരമില്ലാത്തവനായിപ്പോയല്ലോ നീ. വിജയ് അച്ഛന്റെ ദേഷ്യം കണ്ട് ഒട്ടും ഭയക്കാതെ തികച്ചും കൂളായി ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു, ഭാര്യയോ? പ്ലീസ് ഡാഡ്, ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് ഡ്രാമ. ഇത് വെറും ഒരു 365 ദിവസത്തെ വിവാഹ കരാർ മാത്രമാണ്. അതിനപ്പുറം ഇവൾക്ക് എന്റെ ലൈഫിലോ ഈ വീട്ടിലോ ഒരു അവകാശവുമില്ല. ഒരു വിൽപ്പനച്ചരക്കിന് കൊടുക്കേണ്ട ബഹുമാനമേ എനിക്ക് തരാൻ കഴിയൂ. സോ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ പെരുമാറും. വിജയിന്റെ വാക്കുകൾ കേട്ട് വിശ്വനാഥ സാർ നെഞ്ചിൽ കൈവച്ച് കസേരയിലേക്ക് ഇരിക്കാനാഞ്ഞു. അദ്ദേഹത്തിന്റെ BP കൂടുന്നത് പോലെ തോന്നി. എന്നാൽ പ്രിയ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്ന് വിശ്വനാഥ സാറിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവൾ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തു കൊടുത്തു. പ്രിയ അദ്ദേഹത്തെ നോക്കി ശാന്തമായി പറഞ്ഞു, അച്ഛാ, അച്ഛൻ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? അദ്ദേഹത്തെ നിർബന്ധിക്കരുത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ഈ വീട്ടിലെ ഒരു താൽക്കാലിക അതിഥി മാത്രമാണ്. അതുകൊണ്ട് എനിക്കിതിൽ ഒരു വിഷമവുമില്ല. അവൾ പതുക്കെ തിരിഞ്ഞു. എന്നിട്ട് കയ്യിലെ ദോശ പ്ലേറ്റ് ടേബിളിൽ ശബ്ദത്തോടെ വെച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു സിംഹത്തിന്റെ വീര്യമുണ്ടായിരുന്നു. അവൾ വിജയിന്റെ കണ്ണുകളിലേക്ക് നേരെ തറപ്പിച്ചു നോക്കി. അവളുടെ ആ നോട്ടം കണ്ട് വിജയ് ഒരു നിമിഷം ഒന്ന് അമ്പരന്നു. പ്രിയ ശബ്ദം താഴ്ത്തി എന്നാൽ അതീവ കടുപ്പത്തിൽ വിജയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, മിസ്റ്റർ വിജയ് വിശ്വനാഥ്, നിങ്ങൾ തന്ന 365 ദിവസത്തിന്റെ ഡയറിയിൽ ഒരു ദിവസം ഇന്ന് രാവിലെ ഞാൻ കുറച്ചിട്ടുണ്ട്. ഇനി ബാക്കി ദിവസങ്ങളിൽ ഈ വലിയ ബംഗ്ലാവിന്റെ അടുക്കളയിൽ നിന്നും
ഈ നാടൻ ദോശയുടെയും കട്ടൻ ചായയുടെയും മണം നിങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചു കയറും. അന്ന് ഈ കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നിങ്ങളുടെ നാവിൽ വെള്ളം വരും. ഈ പ്രിയ വിളമ്പുന്ന ഭക്ഷണത്തിനായി ഈ ഡൈനിങ് ടേബിളിന് മുന്നിൽ നിങ്ങൾ കൈനീട്ടുന്ന ഒരു ദിവസം വരും. അന്ന് ഞാൻ തരുന്ന ഈ ദോശ നിങ്ങൾ ഇരുന്ന് വാങ്ങി കഴിക്കും. ഇത് ഈ പ്രിയയുടെ ഓപ്പൺ ചലഞ്ചാണ്. പ്രിയയുടെ ആ അപ്രതീക്ഷിതമായ മാസ് മറുപടിയും ആത്മവിശ്വാസവും കേട്ട് വിജയ് പൂർണ്ണമായും ഞെട്ടിപ്പോയി. തന്നെ വെല്ലുവിളിക്കാൻ മാത്രം ധൈര്യമുള്ള ഒരു പെണ്ണിനെ അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അവൻ ദേഷ്യം കൊണ്ട് പല്ലിറുമി അവളെ നോക്കി. തന്റെ ഈഗോ വീണ്ടും തകർന്നതിന്റെ കടുപ്പത്തിൽ അവൻ കാറിന്റെ കീയും എടുത്ത് ഒറ്റ നടത്തത്തിന് പുറത്തേക്ക് പോയി. അവന്റെ കാർ അമിത വേഗതയിൽ സ്റ്റാർട്ട് ചെയ്തു പോകുന്ന ശബ്ദം ഹാളിലേക്ക് കേൾക്കാമായിരുന്നു. പ്രിയ ഒരു നിശ്വാസത്തോടെ വിശ്വനാഥ സാറിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അച്ഛൻ വന്ന് ബാക്കി ഭക്ഷണം കഴിക്കേ. ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവട്ടെ. എനിക്ക് 9 മണിക്ക് മുൻപ് ഓഫീസിൽ എത്തേണ്ടതാണ്. വിശ്വനാഥ സാർ പ്രിയയെ നോക്കി അഭിമാനത്തോടെ മനസ്സിൽ ചിന്തിച്ചു. വിജയ്, വലിയൊരു പുലിയെയാണ് നീ നിന്റെ അഹങ്കാരം കൊണ്ട് തൊട്ടുനിർത്തിയിരിക്കുന്നത്. നിന്റെ ഈ പണക്കൊഴുപ്പ് ഇവൾ തിരുത്തി തരും, എനിക്ക് ഉറപ്പാണ്. വിശ്വനാഥൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അത്യാധുനികമായ ഹെഡ് ഓഫീസിലേക്കാണ് നമ്മൾ ഇനി കടന്നു ചെല്ലുന്നത്. ചില്ലിട്ട വലിയ ക്യാബിനുകൾ, കമ്പ്യൂട്ടറുകൾക്ക് മുന്നിലിരുന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാർ, തികച്ചും ഒരു വലിയ കോർപ്പറേറ്റ് അന്തരീക്ഷം. MDയുടെ വലിയ ബോർഡ് വെച്ച ആഡംബര ക്യാബിനുള്ളിൽ വിജയ് തന്റെ കറങ്ങുന്ന കസേരയിൽ ഇരിക്കുകയാണ്. ടേബിളിൽ വില കൂടിയ ലാപ്ടോപ്പും ഫയലുകളുമുണ്ട്. എന്നാൽ രാവിലെ ഡൈനിങ് ടേബിളിൽ വെച്ച് പ്രിയ നൽകിയ ആ കനത്ത വെല്ലുവിളി അവന്റെ മനസ്സിനെ ഇപ്പോഴും അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. അവൻ ദേഷ്യത്തോടെ തന്റെ കോട്ടിന്റെ ബട്ടൺസ് ലൂസ് ചെയ്തു. ഈ സമയം ക്യാബിനിന്റെ ഗ്ലാസ് വാതിലിൽ 2 തവണ പതുക്കെ മുട്ടുന്ന ശബ്ദം കേട്ടു. വിജയ് പതുക്കെ തലയുയർത്തി നോക്കി. വാതിൽ തുറന്നകത്തേക്ക് വന്നത് മറ്റാരുമായിരുന്നില്ല, പ്രിയയായിരുന്നു അത്. എന്നാൽ വീട്ടിൽ കണ്ട ആ നാടൻ പെൺകുട്ടിയായിരുന്നില്ല അവൾ. ഫോർമൽ രീതിയിൽ സാരിയുടുത്ത് ഐഡന്റിറ്റി കാർഡ് കഴുത്തിലണിഞ്ഞ് തികച്ചും ഒരു പ്രൊഫഷണൽ കോർപ്പറേറ്റ് ജീവനക്കാരിയുടെ ഭാവത്തോടെയാണ് അവൾ അകത്തേക്ക് വന്നത്. അവളുടെ കൈകളിൽ ഈ മാസത്തെ പ്രോജക്ട് റിപ്പോർട്ടുകൾ അടങ്ങിയ ചില പ്രധാനപ്പെട്ട ഫയലുകൾ ഉണ്ടായിരുന്നു. അവൾ യാതൊരു ഭയവുമില്ലാതെ വിജയന്റെ ടേബിളിനരികിലേക്ക് നടന്നു ചെന്നു. പ്രിയ തികച്ചും ഔദ്യോഗികമായ ശബ്ദത്തിൽ ഗൗരവത്തോടെ പറഞ്ഞു, ഗുഡ് മോർണിംഗ് സാർ. ഈ മാസത്തെ പുതിയ കൺസ്ട്രക്ഷൻ പ്രൊജക്ടിന്റെ റിപ്പോർട്ടുകളും ക്ലയന്റ് ഡീറ്റെയിൽസുമാണ് ഇത്. വിശ്വനാഥ് സാർ ഇത് നോക്കി അപ്രൂവ് ചെയ്തതാണ്. ഇനി സാർ കൂടി ഒന്ന് ഒപ്പിട്ടാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അവൾ ഫയലുകൾ വിജയന്റെ മുന്നിലേക്ക് കൃത്യമായി വെച്ചു. വിജയ് ഒരു നിമിഷം വിരലുകൾ കോർത്തു പിടിച്ച് കസേരയിലേക്ക് ചാരിയിരുന്നു. അവൻ ഫയലിലേക്ക് നോക്കാതെ പ്രിയയുടെ മുഖത്തേക്ക് തികഞ്ഞ പരിഹാസത്തോടെ നോക്കി. എന്നിട്ട് അവൻ ശബ്ദം താഴ്ത്തി കടുപ്പത്തിൽ പറഞ്ഞു, ഓഹോ, രാവിലെ വീട്ടിൽ വെച്ച് വലിയ ഡയലോഗും ചലഞ്ചും ഒക്കെ നടത്തിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് സാറെന്ന് വിളിച്ച് മാന്യത അഭിനയിക്കുകയാണോ? അതോ വിശ്വനാഥ സാറിന്റെ മരുമകളായതുകൊണ്ട് ഈ കമ്പനിയുടെ പകുതി അധികാരം നിന്റെ കയ്യിലാണെന്നുള്ള വിചാരമുണ്ടോ നിനക്ക്? പ്രിയ മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ലാതെ ശാന്തമായി പറഞ്ഞു, മിസ്റ്റർ വിജയ്, വീട്ടിൽ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ട്. അത് വേറെ കാര്യം. അവിടെ ഞാൻ നിങ്ങളുടെ 1 വർഷത്തെ കരാർ ഭാര്യ മാത്രമായിരിക്കാം. പക്ഷേ ഈ ഓഫീസിനുള്ളിൽ കയറിയാൽ ഞാൻ വിശ്വനാഥൻ ഗ്രൂപ്പിലെ ഒരു സീനിയർ സ്റ്റാഫ് മാത്രമാണ്. എൻ്റെ ജോലിയിൽ ഞാൻ കൃത്യത കാണിക്കാറുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സാറിന് എൻ്റെ മേൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാം. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങൾ ഓഫീസിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ദയവായി ഫയൽ നോക്കി ഒപ്പിട്ട് തരൂ. പ്രിയയുടെ ആ മറുപടി വിജയിയെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. അവൻ ഫയൽ ദേഷ്യത്തോടെ ടേബിളിന്റെ അറ്റത്തേക്ക് തള്ളി മാറ്റി. ഈ സമയം ക്യാബിനിന്റെ വാതിൽ തുറന്ന് ശാലിനി അകത്തേക്ക് കടന്നു വന്നു. ലണ്ടനിൽ വെച്ച് വിജയന്റെ സുഹൃത്തായിരുന്ന, ഇപ്പോൾ ഇതേ കമ്പനിയിൽ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന മോഡേണായ ഒരു പെൺകുട്ടിയായിരുന്നു ശാലിനി. അവൾ പ്രിയയെയും വിജയെയും മാറി മാറി നോക്കി. ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വരുത്തിക്കൊണ്ട് വിജയന്റെ കസേരയ്ക്ക് തൊട്ടരികിലേക്ക് നടന്നു വന്നു. വിജയന്റെ തോളിൽ പതുക്കെ തട്ടിക്കൊണ്ട് അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു, ഹായ് വിജയ്, വാട്ട്സ് ഗോയിങ് ഓൺ? എന്താ രാവിലെ തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആണോ? അച്ഛൻ നിർബന്ധിച്ച് നിന്റെ കഴുത്തിൽ കെട്ടിവെച്ച ആ നാടൻ പെണ്ണിന്റെ കൂടെ ഒരൊറ്റ രാത്രി ഇരുന്നപ്പോഴേക്കും നിനക്ക് ഇത്രയും ബോറടിച്ചോ? അവൾ പ്രിയയെ തികഞ്ഞ പുച്ഛത്തോടെ നോക്കി ഉറക്കെ ചിരിച്ചു. വിജയ് ഒന്നും മിണ്ടാതെ പ്രിയയുടെ മുഖത്തേക്ക് നോക്കി. പ്രിയയ്ക്ക് സങ്കടം വരുന്നതും അവൾ കരയുന്നതും കാണാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ പ്രിയയുടെ മുഖത്ത് യാതൊരു തളർച്ചയും ഉണ്ടായിരുന്നില്ല. അവൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ശാലിനിക്ക് നേരെ തിരിഞ്ഞു. ശബ്ദത്തിൽ വല്ലാത്തൊരു ഗാംഭീര്യം വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, എക്സ്ക്യൂസ് മീ മിസ് ശാലിനി. വിജയ് വിശ്വനാഥ് ആരെ കല്യാണം കഴിച്ചാലും അത് അദ്ദേഹത്തിന് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ കമ്പനിയുടെ MD ക്യാബിനിൽ നിങ്ങൾക്കൊരവകാശവുമില്ല. പിന്നെ ഈ വീട്ടുകാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാൻ വിജയ് സാറിനിപ്പോൾ സമയമില്ല. ഇന്ന് രാത്രി കറക്റ്റ് 8 മണിക്ക് ദുബൈയിൽ നിന്നുള്ള വലിയൊരു ക്ലയന്റുമായി ഈ കമ്പനിയുടെ കോടികൾ വിലമതിക്കുന്ന പ്രോജക്ട് മീറ്റിംഗ് ഉണ്ട്. അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തേണ്ടതുണ്ട്. പ്രിയയുടെ ആ അപ്രതീക്ഷിതമായ ഇടപെടൽ കേട്ട് ശാലിനിയുടെ മുഖം വിളറി. അവൾ ദേഷ്യത്തോടെ വിജയിയെ നോക്കി. വിജയ്, എന്താ ഇത്? ഇന്ന് ഈവനിങ് നമ്മൾ ഒരുമിച്ചൊരു പാർട്ടിക്ക് പോകാൻ പ്ലാൻ ചെയ്തതല്ലേ? അതിനിടയിൽ ഈ വേലക്കാരി പെണ്ണാണോ എന്റെ ഷെഡ്യൂൾ മാറ്റുന്നത്? പ്രിയ ശാലിനിയുടെ വാക്കുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ശക്തമായി പറഞ്ഞു, വേലക്കാരിയല്ല,
MDയുടെ അസിസ്റ്റന്റാണ് ഞാൻ. കമ്പനിയുടെ ലാഭമാണ് ഒരു MDക്ക് പാർട്ടിയേക്കാൾ വലുത്. വിജയ് സാർ ഇന്നൊരിടത്തേക്കും പോകുന്നില്ല. ഈ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കും. മീറ്റിംഗിന്റെ ഫയലുകൾ ഞാൻ റെഡിയായി വെച്ചിട്ടുണ്ട്. സോ മിസ് ശാലിനി, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ക്യാബിനിലേക്ക് പോകാം. ജോലി സമയത്ത് ഇവിടെ വന്ന് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയരുത്. പ്രിയയുടെ ആ സ്മാർട്ടും മാസുമായ മറുപടി കേട്ട് ശാലിനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൾ അപമാനിതയായി ജാടയോടെ കാൽ നിലത്ത് തട്ടി ക്യാബിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വിജയ് കസേരയിൽ നിന്നും അത്ഭുതത്തോടെ എഴുന്നേറ്റ് നിന്നു. വീട്ടിൽ വെച്ച് തന്നെ വെല്ലുവിളിച്ച പെൺകുട്ടി ഓഫീസിൽ വന്ന് തന്റെ ബിസിനസ് താല്പര്യങ്ങളെയും സമയത്തെയും എത്ര കൃത്യമായിട്ടാണ് സംരക്ഷിച്ചതെന്ന് കണ്ട് അവന്റെ ഉള്ളിൽ ചെറിയൊരു ബഹുമാനം തോന്നിയെങ്കിലും ഈഗോ അത് പുറത്തു കാണിക്കാൻ സമ്മതിച്ചില്ല. വിജയ് ദേഷ്യം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, നീ ആരാ എന്റെ ഷെഡ്യൂൾ തീരുമാനിക്കാൻ? ഞാൻ പാർട്ടിക്ക് പോകണോ മീറ്റിങ്ങിനിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. പ്രിയ ഒരു ചെറിയ നിഗൂഢമായ പുഞ്ചിരിയോടെ ഫയൽ അവന്റെ മുന്നിലേക്ക് വീണ്ടും നീക്കിവെച്ചു. തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് സാർ. കോടികളുടെ ഈ ബിസിനസ് ഡീൽ നഷ്ടപ്പെടുത്തി പാർട്ടിക്ക് പോയാൽ വിശ്വനാഥ് സാർ നിങ്ങളെ ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കും. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ആ വലിയ ലണ്ടൻ ലൈഫും സ്വാതന്ത്ര്യവും എല്ലാം തകരും. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഈ ഫയലിൽ ഒപ്പിട്ടിട്ട് മീറ്റിങ്ങിന് തയ്യാറായിക്കോളൂ. വിജയ്ക്ക് പ്രിയ പറഞ്ഞത് തികച്ചും ശരിയാണെന്ന് ബോധ്യമായി. അവൾ തന്റെ ബിസിനസ്സിനെയാണ് രക്ഷിച്ചത്. അവനൊന്നും മിണ്ടാതെ പല്ലിറുമിക്കൊണ്ട് ആ പ്രോജക്റ്റ് ഫയലിൽ ഒപ്പിട്ട് അവളുടെ നേരെ നീട്ടി. പ്രിയ ആ ഫയൽ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. എന്നാൽ വാതിൽക്കലെത്തിയ ശേഷം അവൾ പതുക്കെ വിജയ്ക്ക് നേരെ തിരിഞ്ഞു നോക്കി. പ്രിയ കുസൃതിയും മാസം നിറഞ്ഞ ഒരു നോട്ടത്തോടെ പറഞ്ഞു, ഓ പിന്നെ ഒരു കാര്യം സാർ, രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് പാർട്ടിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഒട്ടും സങ്കടപ്പെടേണ്ട. ക്ഷീണിച്ച് നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ കുടിക്കാൻ നല്ല ചൂട് നാടൻ കട്ടൻ ചായ ഞാൻ ഇട്ടുവെക്കാം. ബൈ സാർ. അവൾ തികഞ്ഞ അഹങ്കാരത്തോടെ ക്യാബിൻ വാതിൽ തള്ളി തുറന്ന് മാസായി പുറത്തേക്ക് നടന്നുപോയി. വിജയ് ദേഷ്യം കൊണ്ടും ജാളിത കൊണ്ടും തന്റെ മേശപ്പുറത്ത് കൈകൊണ്ടിടിച്ചു. പ്രിയ ഓരോ തവണയും തന്നെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണെന്ന് അവന് മനസ്സിലായി. ബംഗ്ലാവിലെ വലിയ ഹാൾ മുഴുവൻ പാർട്ടിക്കായി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. വെസ്റ്റേൺ മ്യൂസിക് പശ്ചാത്തലത്തിൽ പ്ലേ ചെയ്യുന്നുണ്ട്. വിജയുടെ ലണ്ടനിലെ സുഹൃത്തുക്കളും ഓഫീസിലെ ശാലിനി ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും പാർട്ടിക്കായി എത്തിക്കഴിഞ്ഞു. എല്ലാവരും മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ച് കയ്യിൽ ഡ്രിങ്ക്സുമായി സംസാരിച്ചു നിൽക്കുകയാണ്. വിജയ് ഒരു ബ്ലാക്ക് ബ്ലേസർ അണിഞ്ഞ് തികച്ചും സ്റ്റൈലിഷായി സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നു. വിശ്വനാഥ് സാർ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ തന്റെ റൂമിലിരിക്കുകയാണ്. ശാലിനി തന്റെ കയ്യിലെ ഗ്ലാസുമായി വിജയുടെ അരികിലേക്ക് നടന്നു വന്നു. അവളുടെ മുഖത്ത് പ്രിയയെ നാണം കെടുത്താൻ പോകുന്നതിന്റെ കൗതുകമുണ്ടായിരുന്നു. ശാലിനി ചുറ്റും നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ ചോദിച്ചു, ഹേയ് വിജയ്, വാട്ട് എ വണ്ടർഫുൾ പാർട്ടി. പക്ഷേ നിന്റെ ആ കരാർ ഭാര്യ എവിടെ? അവളെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചില്ലേ? അതോ ഇത്രയും മോഡേണായ ആളുകളുടെ മുന്നിലേക്ക് വരാൻ ആ നാടൻ പെണ്ണിന് പേടിയാണോ? ശാലിനിയുടെ സംസാരം കേട്ട് വിജയുടെ സുഹൃത്തുക്കൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. വിജയുടെ ചുണ്ടിലും ഒരു ചെറിയ പരിഹാസ ചിരി വിരിഞ്ഞു. പ്രിയയെ ഈ ആധുനിക സമൂഹത്തിന് മുന്നിൽ വെച്ച് അപമാനിച്ച് അവളുടെ ആത്മവിശ്വാസം തകർക്കുക എന്നതായിരുന്നു വിജയുടെ ലക്ഷ്യം. വിജയ് അഹങ്കാരത്തോടെ പറഞ്ഞു, അവൾ അടുക്കളയിൽ കാണും ശാലിനി. ലണ്ടൻ കൾച്ചറും ഇംഗ്ലീഷും ഒന്നും സംസാരിക്കാൻ അറിയാത്ത ആ നാടൻ കുട്ടി എങ്ങനെയായി പാർട്ടിയിലേക്ക് വരിക? ജസ്റ്റ് ലീവ് ഇറ്റ്, നമുക്ക് എൻജോയ് ചെയ്യാം. വിജയ് പറഞ്ഞു തീർന്നതേയുള്ളൂ. പെട്ടെന്ന് ഹാളിലെ വലിയ സ്റ്റെപ്പുകൾക്ക് മുകളിലെ ലൈറ്റ് തെളിഞ്ഞു. പശ്ചാത്തല സംഗീതം പെട്ടെന്ന് ശാന്തവും മനോഹരവുമായ വെസ്റ്റേൺ ബീറ്റ്സിലേക്ക് മാറി. ഹാളിൽ നിന്നിരുന്ന സുഹൃത്തുക്കൾ എല്ലാവരും അത്ഭുതത്തോടെ മുകളിലേക്ക് നോക്കി. വിജയുടെ കയ്യിലെ ഗ്ലാസ് തറയിൽ വീഴാൻ പോകുന്ന പാകത്തിൽ അവൻ അന്തം വിട്ടു നിന്നുപോയി. സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരുന്നത് പ്രിയയായിരുന്നു. എന്നാൽ സാധാരണ കോട്ടൺ സാരി ധരിക്കുന്ന ആ പ്രിയ ആയിരുന്നില്ല അത്. അവൾ അതീവ സുന്ദരിയായി വളരെ എലഗന്റായ ഒരു ബ്ലാക്ക് ഇൻഡോ വെസ്റ്റേൺ ഗൗൺ ധരിച്ചിരുന്നു. മുടി മനോഹരമായി കെട്ടിവെച്ച് ലളിതമായ ഡയമണ്ട് കമ്മലുകൾ മാത്രം അണിഞ്ഞ് തികച്ചും ഒരു അന്താരാഷ്ട്ര ബിസിനസ് മാഗ്നറ്റിന്റെ ഭാര്യയുടെ ഗാംഭീര്യത്തോടെയാണ് അവൾ നടന്നു വരുന്നത്. അവളുടെ കഴുത്തിലെ ആ മഞ്ഞച്ചരടുള്ള താലി ആ ഗൗണിന് മുകളിലൂടെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രിയ വളരെ ആത്മവിശ്വാസത്തോടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഓരോ സ്റ്റെപ്പും ഇറങ്ങി വിജയന്റെയും സുഹൃത്തുക്കളുടെയും മുന്നിലേക്ക് നടന്നു വന്നു. ശാലിനിയുടെ മുഖം ദേഷ്യം കൊണ്ടും അസൂയ കൊണ്ടും കറുത്തുപോയി. വിജയ്ക്ക് പ്രിയയിൽ നിന്നും കണ്ണെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പ്രിയ വിജയുടെ സുഹൃത്തുക്കളെ നോക്കി അതീവ ശുദ്ധമായ ലണ്ടൻ ആക്സെന്റിൽ സംസാരിച്ചു. ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു വിശ്വനാഥ് മാർഷൻ. ഐ ആം പ്രിയ വിശ്വനാഥ്. ഐ ഹോപ്പ് യു ഓൾ ആർ എൻജോയിങ് ദ പാർട്ടി. പ്രിയയുടെ ആ മനോഹരമായ ഇംഗ്ലീഷ് സംസാരവും രൂപവും കണ്ടതും വിജയന്റെ ഫോറിൻ സുഹൃത്തുക്കൾ കൈയടിക്കാൻ തുടങ്ങി. അവർ പ്രിയയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഓ മൈ ഗോഡ് വിജയ്, യു ആർ സോ ലക്കി. നിന്റെ ഭാര്യ ഇത്രയും ബ്യൂട്ടിഫുള്ളും സ്മാർട്ടുമാണെന്ന് നീ ഞങ്ങളോട് പറഞ്ഞതേ ഇല്ലല്ലോ. ഹായ് പ്രിയ, നൈസ് ടു മീറ്റ് യു. പ്രിയ അവരുമായി കൈ കൊടുത്തുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, താങ്ക് യു സോ മച്ച്. വിജയ് എപ്പോഴും ലണ്ടനിലെ ബിസിനസ്സെക്കുറിച്ച് പറയാറുണ്ട്. നിങ്ങളെപ്പോലെയുള്ള പ്രൊഫഷണൽസിനെ വീട്ടിൽ കിട്ടിയതിൽ എനിക്കും സന്തോഷം. പ്രിയ ഓരോരുത്തരോടും വളരെ മാന്യമായും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കാൻ തുടങ്ങി.
ബിസിനസിനെക്കുറിച്ചും ലണ്ടൻ കൾച്ചറിനെക്കുറിച്ചും അവൾ വളരെ കൃത്യമായി സംസാരിക്കുന്നത് കേട്ട് വിജയ് പൂർണ്ണമായും ഞെട്ടിപ്പോയി. ഒരു സാധാരണ മിഡിൽ ക്ലാസ് പെൺകുട്ടിക്ക് എങ്ങനെ ഇത്രയും സ്മാർട്ടാകാൻ കഴിയുന്നു എന്നവൻ ചിന്തിച്ചു. ഇത് കണ്ട് ശാലിനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പ്രിയയെ എങ്ങനെയും തരം താഴ്ത്താൻ വേണ്ടി മുന്നോട്ട് വന്നു. ശാലിനി ഉറക്കെ എല്ലാവരും കേൾക്കെ പറഞ്ഞു, ഓഹോ, ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പഠിച്ചല്ലോ. പക്ഷേ പ്രിയ, നീ എത്രയൊക്കെ മോഡേൺ ഡ്രസ് ആയാലും നിന്റെ കഴുത്തിലെ ആ വില കുറഞ്ഞ മഞ്ഞ ചരടുണ്ടല്ലോ, അത് നിന്റെ ആ നാടൻ പശ്ചാത്തലത്തെ കാണിച്ചു തരുന്നുണ്ട്. ഈ ആഡംബര പാർട്ടിക്ക് ആ ചരട് വല്ലാത്തൊരു വിയോജിപ്പാണ്. ശാലിനിയുടെ ആ ക്രൂരമായ വ്യക്തിഹത്യ കേട്ട് ഹാൾ പെട്ടെന്ന് നിശബ്ദമായി. വിജയ് ശാലിനിയെ തടയാനാഞ്ഞെങ്കിലും അതിനു മുൻപ് പ്രിയ ഒരു പടി കൂടി മുന്നോട്ട് വന്ന് ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ തീപ്പൊരി പാറുന്നുണ്ടായിരുന്നു. പ്രിയ ശാലിനിയുടെ കണ്ണുകളിലേക്ക് നോക്കി കടുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു, മിസ് ശാലിനി, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ കോടികൾ വിലമതിക്കുന്ന വസ്ത്രങ്ങളും ഡയമണ്ട് നെക്ലേസും പണം കൊടുത്താൽ ഈ ലോകത്ത് എവിടെ നിന്നും വാങ്ങാൻ കിട്ടും. അതിന് വെറും പണത്തിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്റെ കഴുത്തിലെ ഈ മഞ്ഞ ചരടുണ്ടല്ലോ, ഇത് ഒരു ഇന്ത്യൻ സ്ത്രീയുടെ ആത്മാഭിമാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അടയാളമാണ്. ഇതിന്റെ മൂല്യം മനസ്സിലാക്കാനുള്ള സംസ്കാരം ലണ്ടനിൽ ജീവിച്ച നിങ്ങൾക്കില്ലാതെ പോയതിൽ എനിക്ക് കഷ്ടം തോന്നുന്നു. സോ കീപ് യുവർ ലിമിറ്റ്സ്. പ്രിയയുടെ അക്കാനത്തെ മാസ് മറുപടി കേട്ടതും ഹാളിലുണ്ടായിരുന്ന വിദേശ സുഹൃത്തുക്കൾ പോലും അറിയാതെ കൈയടിച്ചു പോയി. ശാലിനി അപമാനിതയായി തല താഴ്ത്തി. വിജയ് പ്രിയയെ നോക്കി ശില പോലെ നിന്നുകൊണ്ട്, പണം കൊണ്ട് പ്രിയയുടെ ശരീരത്തെ ഒരു വർഷത്തേക്ക് കരാറിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ അവളുടെ ആത്മാഭിമാനത്തെയും സംസ്കാരത്തെയും തൊടാൻ പോലും തന്റെ പണത്തിന് കഴിയില്ലെന്ന് വിജയന്റെ ഉള്ളിൽ ഈഗോയ്ക്ക് ആദ്യമായി മനസ്സിലായി. അവളോട് വല്ലാത്തൊരു ബഹുമാനം വിജയന്റെ മനസ്സിൽ ഉടലെടുത്തു. പ്രിയ വിജയുടെ മുഖത്തേക്ക് വിജയശ്രീ ലാളിതനായി ഒന്ന് നോക്കി. എന്നിട്ട് ഹാളിൽ നിന്നും മുകളിലേക്ക് നടന്നുപോയി. കഴിഞ്ഞ രാത്രിയിലെ പാർട്ടിക്ക് ശേഷം വിജയുടെ പെരുമാറ്റത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അവൻ ഹാളിലെ സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ നോക്കുകയാണെങ്കിലും അവന്റെ ശ്രദ്ധ അടുക്കളയിൽ ജോലി ചെയ്യുന്ന പ്രിയയിലാണ്. ഇന്നലത്തെ അവളുടെ മാസ് എൻട്രി അവൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വിശ്വനാഥ് സാർ അടുത്തിരുന്ന് ചായ കുടിച്ചു. ഈ സമയം ബംഗ്ലാവിന്റെ വലിയ സിറ്റൗട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. അതിൽ നിന്നും പതുക്കെ പ്രിയയുടെ അമ്മ ഭാരതിയമ്മയും അനിയത്തി മീനുവും ഇറങ്ങി. ഭാരതിയമ്മയുടെ കയ്യിൽ പ്രിയയ്ക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ അടങ്ങിയ ഒരു ചെറിയ പൊതിയുണ്ടായിരുന്നു. അമ്മയും മീനുവും മടിയോടെയും ഭയത്തോടെയും ആ വലിയ ബംഗ്ലാവിലേക്ക് കയറി വന്നു. ഹാളിന്റെ വാതിൽക്കൽ അവരെ കണ്ടതും വിശ്വനാഥ സാർ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നു. ആരാ ഇത്? ഭാരതിയോ? വാ, അകത്തേക്ക് വാ. അമ്മയുടെ ശബ്ദം കേട്ട് പ്രിയ അടുക്കളയിൽ നിന്നും ഓടി വന്നു. തന്റെ അമ്മയെ ആ വലിയ വീട്ടിൽ കണ്ടതും പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, എന്താ ഈ സമയത്ത്? ശരീരമൊക്കെ ഇപ്പോൾ ഓക്കെ അല്ലേ? യാത്ര ചെയ്തത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടായോ? ഭാരതി മകളുടെ മുഖത്ത് തലോടിക്കൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല മോളെ. കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് കാണാൻ തോന്നി. നീ ആകെ മെലിഞ്ഞു പോയല്ലോ മോളെ. ഇവിടെ നിനക്ക് സുഖം തന്നെയല്ലേ? അമ്മയുടെ ആ ചോദ്യം കേട്ടതും പ്രിയയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൾ അറിയാതെ സോഫയിലിരിക്കുന്ന വിജയിയെ നോക്കി. വിജയ് ലാപ്ടോപ്പ് മാറ്റിവെച്ച് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. വിജയിയെ കണ്ടതും ഭാരതിയമ്മ ബഹുമാനത്തോടെ കൈകൾ കൂപ്പി. മോനെ, വിജയ് മോനെ. പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. മോളെ കാണാൻ ഒരു കൊതി. ഈ സമയം പ്രിയ ഉള്ളിൽ വല്ലാതെ ഭയന്നു. വിജയ് അമ്മയെ അപമാനിക്കുമോ? കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കുമോ എന്ന് പ്രിയ പേടിച്ചു. അവൾ വിജയിയെ നോക്കി കണ്ണുകൾ കൊണ്ട് അപേക്ഷിക്കുന്നത് പോലെ ഒന്നും പറയരുതെന്ന് ആംഗ്യം കാണിച്ചു. എന്നാൽ വിജയുടെ മനസ്സിൽ ഇന്നലത്തെ പാർട്ടിക്ക് ശേഷം പ്രിയയോടൊരു ബഹുമാനമുണ്ടായിരുന്നു. കൂടാതെ ഈ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രിയ സ്വന്തം ജീവിതം പണയം വെച്ചതെന്ന സത്യവും അവനറിയാം. വിജയ് പ്രിയയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന് ഭാരതിയമ്മയുടെ കൈകളിൽ പിടിച്ചു. അവന്റെ മുഖത്തൊരു മരുമകന്റെ മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. വിജയ് അതീവ സ്നേഹത്തോടെ അവരോട് സംസാരിച്ചു. അമ്മ എന്തായി പറയുന്നത്? സ്വന്തം മകളെ കാണാൻ വരാൻ അമ്മയ്ക്കെന്തിനാ പെർമിഷൻ? അമ്മ വരൂ, വന്നിരിക്കൂ. വിജയുടെ ആ പെരുമാറ്റം കണ്ട് പ്രിയയുടെ മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നു. വിശ്വനാഥ സാറിന്റെ മുഖത്തും വലിയൊരു സന്തോഷം നിറഞ്ഞു. വിജയ് അമ്മയെ സോഫയിലേക്ക് ഇരുത്തി. ഭാരതിയമ്മ കയ്യിലെ പൊതി പ്രിയയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മോളെ, നിനക്കിഷ്ടമുള്ള നെയ്യപ്പമാ ഇത്. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാ. വിജയ് പെട്ടെന്ന് ആ പൊതി അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി കുസൃതിയോടെ പറഞ്ഞു. അമ്മേ, അപ്പോൾ എനിക്കില്ലേ? പ്രിയ ഉണ്ടാക്കുന്ന ദോശ കഴിച്ച് എനിക്ക് മടുത്തു. അമ്മ കൊണ്ടുവന്ന ഈ നെയ്യപ്പമാ ഇനി എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. അവൻ ആ പൊതി തുറന്നൊരു നെയ്യപ്പം എടുത്ത് വായിലേക്ക് വെച്ചു. എന്നിട്ട് പ്രിയയെ നോക്കി കണ്ണു കാണിച്ചു. പ്രിയയ്ക്ക് ചിരി വന്നെങ്കിലും അവൾ അത് അടക്കി പിടിച്ച് വിജയിയെ നോക്കി നിന്നു. കപടമാണെങ്കിലും വിജയ് അമ്മയുടെ മുന്നിൽ നല്ല ഒരു ഭർത്താവായി അഭിനയിക്കുന്നത് കണ്ട് അവൾക്കുള്ളിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഭാരതി അമ്മ വിജയുടെയും പ്രിയയുടെയും ആ പരസ്പര നോട്ടം കണ്ട് സന്തോഷത്തോടെ കണ്ണീർ തുടച്ചു. ഈശ്വര, എന്റെ മോൾ ഭാഗ്യവതിയാ. വിജയ് മോൻ എന്റെ മോളെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് ഈ ഒരൊറ്റ നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് സമാധാനമായി മരിക്കാം. ഭാരതിയമ്മ വിശ്വനാഥ സാറിനെ നോക്കി പറഞ്ഞു. വിജയ് ഭാരതിയമ്മയുടെ കൈകളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. പ്രിയ,
ഇനി എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അമ്മ ഒട്ടും വിഷമിക്കാതെ സന്തോഷത്തോടെ ഇരിക്കണം. വിജയ് ആ വാക്കു പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ പ്രിയയുടെ കണ്ണുകളിലേക്ക് നീണ്ടു ചെന്നു. ആ നോട്ടത്തിൽ വെറുമൊരു അഭിനയമായിരുന്നില്ല, മറിച്ച് പ്രിയയുടെ നന്മ തിരിച്ചറിഞ്ഞ നായകന്റെ മനസ്സിലെ യഥാർത്ഥ പ്രണയത്തിന്റെ ആദ്യത്തെ തിളക്കമായിരുന്നു അത്. പ്രിയയും ഒരു നിമിഷം വിജയുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നുപോയി. അവരുടെ ഇടയിലെ ആ മൗനം വരാൻ പോകുന്ന വലിയൊരു പ്രണയത്തിന്റെ സൂചന നൽകി. ഇതിന്റെ തുടർഭാഗത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി.